ഭയത്തോടും വിറയലോടും കൂടെ അല്ലെങ്കിൽ ഞാൻ എന്റെ വിശുദ്ധിയെ തികയ്ക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയത്തോടും വിറയലോടും കൂടെ ഞാൻ എന്റെ രക്ഷയ്ക്കായി അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ ദൈവശക്തിയോടെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, എന്റെ ഭവനത്തിൽ പ്രവർത്തിക്കുവാൻ, സഭയിൽ പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ദൈവത്തിനുള്ള അല്ലെങ്കിൽ ശുഭഭാവി അല്ലെങ്കിൽ ആ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധനായി സൂക്ഷിക്കേണ്ടതുണ്ട്. എന്റെ ഭവനത്തെ വിശുദ്ധമാക്കേണ്ടതുണ്ട്. എന്റെ സഭയെ വിശുദ്ധമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വിശുദ്ധി എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അനേകർക്ക് വിശുദ്ധിയെ കുറിച്ച് വളരെ വ്യത്യസ്തമായ കൺസെപ്റ്റ്. ഞാൻ ജനിച്ചു വളർന്നത് പെന്തിക്കോസ് സമൂഹത്തിലാണ്. എന്റെ ഗ്രാൻഡ് ഫാദർ പെന്തിക്കോസിലെ പാസ്റ്ററായിരുന്നു. എന്റെ അമ്മയുടെ ഫാദർ ബ്രദറിലെ ശുശ്രൂഷകനായിരുന്നു, എൽഡറായിരുന്നു. ഈ രണ്ട് സമൂഹത്തിലും ഉള്ള വിശുദ്ധിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് അവരുടെ ചിന്തകള് കണ്ടു മനസ്സിലാക്കി ഭാഗ്യം മുതൽ വളരുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. അതോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വിശുദ്ധി എന്താണെന്ന് ആ ഒറ്റ വാക്യത്തിൽ തന്നെ ഉണ്ട്. കർത്താവ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ നമ്മളാകുക. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, കർത്താവിന്റെ ആർത്തിക നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, കർത്താവിന്റെ മനസ്സറിവ് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് വിശുദ്ധരായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധരായി തീരെ. യേശുവിനെ പോലെ ആകുമ്പോൾ, യേശുവിന്റെ സ്വഭാവം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് നീ കൂട്ടാളിയാകുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അത് നിങ്ങൾ നിറഞ്ഞു കവിയുമ്പോൾ നീ വിശുദ്ധീകരിക്കപ്പെടും. കർത്താവിനെ സ്തോത്രം ചെയ്യാം. അനേകർക്ക് വിശുദ്ധിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് വളരെ വ്യത്യസ്തം. അനേക സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില സഭകള് വെള്ളവസ്ത്രം ധരിക്കുന്നത് വിശുദ്ധി. വെള്ളവസ്ത്രം ധരിച്ചോണ്ട് വന്നാലേ കത്രുമേശ പോലും കൊടുക്കത്തുള്ളൂ. അനേക സഭകള് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ വിശുദ്ധിക്ക് ഔട്ട്വേർഡ് ഒരു തലമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ആൾക്കാർ ചിന്തിച്ചിരുന്നു. അവർ ചിന്തിച്ചിരുന്നത് പുരോഹിതന്മാരൊക്കെ അതുകൊണ്ട് വളരെ വിശേഷ വസ്ത്രം, ആഭരണങ്ങള് ഇതെല്ലാം ധരിച്ച് പുറമെ വളരെ മോടിയായിട്ട് നിൽക്കുമ്പോൾ അത് വിശുദ്ധിയുടെ ഒരു ഭാഗമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പുരോഹിതന് ഒത്തിരി ആഭരണം ഉണ്ടായിരുന്നു. പുരോഹിതന് വിശേഷ വസ്ത്രം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ഗോഡ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകുന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുക എന്നുള്ളതാണ്. നീ വെള്ളവസ്ത്രം ധരിക്കുന്നത് വിശുദ്ധിയല്ല, അല്ലെങ്കിൽ നീ ജീൻസ് ധരിക്കുന്നത് വിശുദ്ധിയല്ല, അല്ലെങ്കിൽ മോടിയുള്ള വസ്ത്രം ധരിക്കുന്നത് വിശുദ്ധിയല്ല. ഒരു സമുദായ പുരോഹിതനെ പോലെ അനേക ആഭരണങ്ങൾ ധരിച്ച് ലോഹയിട്ട് ഇവിടെ വന്നാൽ വിശുദ്ധനാകുകയില്ല. ദൈവത്തിന്റെ വചനം എങ്ങനെയാ പറയുന്നത്? മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, കർത്താവ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വഭാവം വരുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് വിശുദ്ധിന്റെ കൂട്ടാളിയായിത്തീരുന്നു. അങ്ങനെ എങ്ങനെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനായിരിക്കുവാൻ കഴിയുമെന്ന് യേശുവിന്റെ ജീവിതം നോക്കിയാൽ മതി. ഞാൻ പിതാവിനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ യേശുവിന്റെ ആർദ്രത, യേശുവിന്റെ കരുണ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്, യേശുവിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ നിറയുന്നത് വിശുദ്ധി. ആവരണം ധരിച്ച് ഒരു പുരോഹിതനെ പോലെ വിശുദ്ധിയുടെ പുറമേയുള്ള മോടി വരുന്നതല്ല. വിശുദ്ധി യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ കൂട്ടാളികളാകുവാൻ തീരുന്നതാ വിശുദ്ധി. കർത്താവിനെ സ്തോത്രം ചെയ്താൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളെ വിളിച്ചത് തന്നെ വിശുദ്ധരാക്കുവാന്നൊക്കെ. കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. മുമ്പേ ജാതികളെ പോലെ ഈർഷയിലും പകയിലും നാനാവിധ മോഹങ്ങളിലും കിടന്ന നിങ്ങളെ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി
ചിന്തിക്കുന്നത്, വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധനാകണമെങ്കിൽ കുറഞ്ഞ വർഷം അതിന് മെത്രാന്റെ പോലുള്ള വലിയ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ വേണം. എന്നാൽ മാത്രമേ പൗരോഹിത്യത്തിന്റെ ഒരു വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് വരത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് പുറമേ ഉള്ളതാണ് നോക്കുന്നത്. എന്നാൽ വേറെ ചില പരീക്ഷ സഭകൾ കരുതുന്നത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ആഭരണങ്ങളെല്ലാം ഊരണം, വെള്ള വസ്ത്രം ധരിക്കണം, വെള്ള പാന്റ് ഇടണം, എന്നാലേ വിശുദ്ധി വരികയെന്ന്. എന്നാൽ വേദപുസ്തകം പറയുന്ന വിശുദ്ധി നമ്മുടെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നതാണ്, പങ്കാളികളായി തീരുന്നതാണ്. വിശുദ്ധരാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഞാൻ ജനിച്ചു വളർന്ന സഭയിലൊക്കെ വിശുദ്ധരാകണമെങ്കിൽ മീശ കൊണ്ട് എടുക്കണം. അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് ആരും സമ്മതിക്കത്തില്ല. സഭയിൽ പ്രബോധിപ്പിക്കാൻ അവസരം തരത്തില്ല. ദൈവദാസന്മാരിക്കുമ്പോ അടുക്കളെ കൂടെ കയറത്തുള്ളൂ. ഭാഷയുടെ കൊച്ചുമാനായിട്ട് മീശ വെച്ചോണ്ടിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് വിശുദ്ധിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് പുറമേ ഉള്ളതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലെ മർമ്മങ്ങൾ നമ്മൾ ഗ്രഹിക്കുമ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന കർത്താവിന്റെ സ്വതന്ത്രം ചെയ്ത ഒത്തിരി വേഷഭൂഷാദികൾ മനുഷ്യരെ വിശുദ്ധമാക്കുന്ന എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് പത്രോസ് ഇങ്ങനെ പറഞ്ഞു, പൊന്നണിയുന്നതോ മുടി പൊന്നുന്നതോ ഇങ്ങനെ പുറമേ ഉള്ളതൊന്നും അല്ല, അക്ഷയഭൂഷണമായ അകത്തെ മനുഷ്യനാണ് യാഥാർത്ഥ്യ വിശുദ്ധിയെ കാണിക്കുന്നത് അദ്ദേഹം പറയുവാനിടയായിട്ട്. പുറമെ പൊന്നണിയുന്നതോ പുറമെ ആഭരണങ്ങളോ ഇതൊന്നും നമ്മളെ വിശുദ്ധരാക്കത്തില്ല. ഇത് ധരിച്ചാലും വിശുദ്ധരാകത്തില്ല, ഇത് ധരിക്കാതിരുന്നാലും വിശുദ്ധരാകത്തില്ല. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നീ കൂട്ടാളിയായാൽ മാത്രമേ വിശുദ്ധിയായി തീരുകയുള്ളൂ. ചെല്ലിങ്ങനെ ചിന്തിക്കും, ഈ ആഭരണമെല്ലാം ഉപേക്ഷിച്ച് വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും ധരിച്ചാൽ വിശുദ്ധനായിരുന്നു. ചെല്ലു ചിന്തിക്കും, ഒരു പുരോഹിതനെ പോലെ ഇതെല്ലാം ഇട്ടാലാ വിശുദ്ധി വരുന്നതെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഇതൊന്നുമല്ല വിശുദ്ധി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്, മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. പിശാച് നിങ്ങളെ വഞ്ചിക്കുവാൻ ഇടയാകരുത്. വിശുദ്ധി എന്ന് പറയുന്നത് പുറമേ ഉള്ളതൊന്നുമല്ല. മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു. കർത്താവോ ഹൃദയങ്ങളെ ആരാഞ്ഞ് പരിശോധിക്കുന്നത്. കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഞങ്ങളുടെ സഭയിൽ ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. ഒരു സഹോദരനോ സഹോദരിയോ വന്നാൽ ആഭരണം ഇട്ടുകൊണ്ടുകൊണ്ട് വന്നാൽ രണ്ടാമതൊരു ദിവസം സുവിശേഷം കേൾക്കാൻ അവർ അനുവദിക്കത്തില്ല. അന്ന് തന്നെ ആഭരണം ഊരണമെന്ന് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ചില സഹോദരിമാരാ പറയുന്നത്. ആഭരണം ഊരിയ സഹോദരിമാരാ പറയുന്നത്. ഞാനൊരു സഹോദരി ഒരിക്കൽ കണ്ട് ഞാൻ നേരിട്ട് എൻകൗണ്ടർ ചെയ്തു സഹോദരി. അങ്ങനെയുള്ളവരെ കണ്ടാൽ ഞാൻ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ചെയ്യും. ദൈവോജനമായിട്ട് സഹോദര സഹോദരി എന്റെ അടുക്ക വാ. എന്തോ യാഥാർത്ഥ്യ വിശുദ്ധി എന്ന് വേദപുസ്തകം പറയുന്നതിനെ കുറിച്ച് നമുക്ക് തമ്മിൽ സമ്പാദിക്കാം, പ്രാർത്ഥിക്കാം. എന്റെ അഭിപ്രായം വേണ്ട, ബ്രദറിന്റെ അഭിപ്രായം വേണ്ട. പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായത്തിന് വേണ്ടി നമുക്ക് വേണേ ഉപവാസത്തോടെ കാത്തിരിക്കാം. ദൈവത്തിന്റെ അഭിപ്രായം അറിഞ്ഞ് പ്രൈസ് കോഡ് മുന്നോട്ട് പോകുവാന്നൊക്കെ വേണം ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറയും. ഞാൻ പറയും, എന്നാൽ സഭയിൽ സത്യ സുവിശേഷം കേൾക്കുവാൻ, ഈ ജീവനുള്ള ദൈവത്തെ കുറിച്ച് കേൾക്കുവാൻ കടന്നു വരുന്ന സഹോദരനെ സഹോദരിയെ ആഭരണത്തിന്റെ വിഷയം പറഞ്ഞ് സുവിശേഷം കേൾക്കുവാൻ സമ്മതിക്കാതെ ഓടിച്ചു കളയുന്ന ഒരു അനുഭവം ഉണ്ടാകില്ല. വാസ്തവമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആവരണത്തെ കുറിച്ചുള്ള ഉപദേശം പെന്തക്കോസ്ത് സഭയിൽ പിശാച് കൊണ്ടുവന്ന ഒരു ഡീമനിക് ഡോക്ടറിന് ഒരു ഭൂതങ്ങളുടെ ഉപദേശമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളായി കേരളത്തിലെ പെന്തക്കോസ്ത് സഭയിൽ അനേകരെ ഓടിച്ചു കളയുവാൻ, ദൈവത്തിന്റെ സുവിശേഷം കേൾക്കുവാൻ അവർക്ക് അവസരം കൊടുക്കാതെ ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, സ്വതന്ത്രമാക്കുന്ന സത്യം കേൾക്കുവാൻ അവസരം കൊടുക്കാതെ ഈ ദുരുപദേശം മൂലം അനേകരെ സഭയിൽ നിന്ന് ഓടിച്ചു കളയുവാൻ പിശാചിന് കഴിയും.
പാവപ്പെട്ട ഹിന്ദു സഹോദരി അല്ലെങ്കിൽ ഭർത്താവ് മദ്യപാനിയ, അല്ലെങ്കിൽ ഒരു കാതിലൊരു കമ്മലും അല്ലെങ്കിൽ കുണുക്കുമായി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സുവിശേഷം കേട്ട് അല്ലെങ്കിൽ ഭവനത്തിന് ഒരു വിടുതൽ ഉണ്ടാകണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ബന്ധുക്കോ സഭയിലേക്ക് കയറി ചെന്നാൽ അന്ന് തന്നെ ആവരണം ഊരുന്ന വിഷയം പറഞ്ഞ് അല്ലെങ്കിൽ ആ സഹോദരി ആവരണം ഊരിക്കൊണ്ട് ആ സഹോദരിക്ക് അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിലേക്ക് ചെന്നാൽ അന്ന് ഭർത്താവിന്റെ ഇടി പാഴ്ചലാണ്. നാട്ടുകാരെ വീശിയാനൊക്കത്തില്ല. അല്ലെങ്കിൽ അനേക പ്രതികൂലങ്ങളെ അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതല്ല സുവിശേഷം, അല്ലെങ്കിൽ ഇതല്ല വിശുദ്ധി. അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധനായിരിക്കണം. പ്രൈസ് ഗോഡ്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലെ സത്യമാണെന്ന് അറിയുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഞാൻ ശക്തമായിട്ട് പ്രസംഗിക്കും. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രൈസ് ഗോഡ്. ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അനേകര് ഹല്ലേലൂയ മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ നാനാജാതി മതസ്ഥര് ഹല്ലേലൂയ സഭയിൽ കിടന്നു വന്ന് ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ മനസ്സിലാക്കുവാനും ഈ സത്യം കേൾക്കുവാനും